ഹായ് ഗൈസ്, വെൽക്കം ടു കാർ ഗാരേജ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഞാനൊരു കാറ് വാങ്ങി. നമുക്ക് ബുൾഡോസർ ഉണ്ട്, നമ്മുടെ ഇന്ത്യ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ ഞാനൊരു വേറെ ഒരു 7 സീറ്റർ വണ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ച നമ്മളുടെ ഇവിടെ ഹർത്താലാണ്. അപ്പോൾ വണ്ടി വാങ്ങി, അപ്പോൾ അത് നിങ്ങളെ കാണിക്കാനായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ വാങ്ങിയ വണ്ടി നമ്മൾക്കൊന്ന് കാണാം. നമ്മുടെ വണ്ടി അപ്പോൾ ഇത് എർട്ടിഗയാണ്. എർട്ടിഗ 2013 മോഡൽ വണ്ടിയാണ്. നമ്മൾ സെക്കൻഡ്സിന് എടുത്താണത്. അതിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ലും അതിൻ്റെ ബമ്പറും കാര്യങ്ങളും നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു. പിന്നെ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ഹെഡ്ലൈറ്റിൽ നമ്മൾ ഡയലൈറ്റും കയറ്റിയിട്ടുണ്ട്. ബാക്കിൽ റിഫ്ലക്ടറിൻ്റെ അവിടെ ഈ ലൈറ്റ് നമ്മൾ സെപ്പറേറ്റ് കയറ്റിയത്. ബ്രേക്ക് ഹാൻഡിൽ ഔട്ടർ സൈഡ് ക്രോം വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ് ഓട്ടോമാറ്റിക് ടൈപ്പാണ്. ഇൻബിൽറ്റ് കാർ സ്റ്റീരിയോ വരുന്നുണ്ട്. ഇതിൽ ബാക്ക് സൈഡ് ടോപ്പ് റൂഫ് ഫേസ് വരുന്നുണ്ട്. ലൈറ്റ് ടൈപ്പ് മിററാണ് വരുന്നത്. ABS വരുന്നുണ്ട് ഈ ഓപ്ഷന്. ഒക്കെ ഇതിൻ്റെ കൂടെ 50 ഇഞ്ച് അലോയ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് നമ്മൾ ഈ ക്രോം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എർട്ടിഗ 2015 മോഡൽ വരുന്നതാണ്. നമ്മൾ ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് മെയിൻ്റനൻസും കാര്യങ്ങൾ വരുന്നത് മാരുതികളുടെ വണ്ടിയാണ്. പിന്നെ മാരുതിയുടെ വണ്ടിയിൽ 7 സീറ്റ് വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മെച്ചപ്പെട്ട് നിൽക്കുന്നതും നല്ല വണ്ടി എന്നുള്ള ഇതും വരുന്നത് എർട്ടിഗയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളുള്ള നല്ലൊരു വണ്ടിയാണ് എർട്ടിഗ. 7 സീറ്റ് വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസൈഡിലായാലും. പിന്നെ അവിടെ അത്ര തന്നെ ഏകദേശം വരും. എന്നാൽ പക്ഷേ ഇതിൽ ചേസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ നല്ലൊരു വണ്ടിയാണ് കേട്ടോ എർട്ടിഗ. അപ്പോൾ പിന്നെ ഫ്രണ്ടിലെ ബമ്പറും അതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ എക്സ്ട്രാ വരുന്ന ക്രോം ഫിനിഷിംഗ് ഉള്ളതൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. 2016 മോഡൽ വരുന്ന ഓപ്ഷനിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്തു, നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത വണ്ടി. പിന്നെ ഇൻഡിക്കേറ്ററും ഈ ഡയലൈറ്റിൻ്റെ കൂടെ തന്നെ ഇൻഡിക്കേറ്ററും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് എർട്ടിഗയ്ക്ക് വരുന്ന മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ലോങ് പോകണമെങ്കിൽ നമുക്ക് 20-22 മൈലേജ് നമുക്ക് ലോങ് പോകുമ്പോൾ കിട്ടും. പക്ഷേ ലോക്കൽ ഓട്ടത്തിന് നമുക്ക് എങ്ങനെ വന്നാലും ഒരു 17 മൈലേജ് നമുക്ക് ലോക്കൽ ഓട്ടത്തിന് കിട്ടുകയും ചെയ്യും. ലോങ് പോകുമ്പോൾ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് എർട്ടിഗ. ബാക്ക് സൈഡ് സീറ്റ് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് ഫോൾഡ് ചെയ്യുക, ഈ ബാക്ക് സൈഡ് അപ്പോൾ നമുക്ക് ഡിക്കിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് എർട്ടിഗയ്ക്ക് വരുന്നത് 1.3 ഡീസൽ എഞ്ചിനാണ് വരുന്നത്, കോൺട്രാജറ്റ് എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വിഫ്റ്റിനൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് എർട്ടിഗയ്ക്കും വരുന്നത്. പിന്നെ അതിൻ്റെ ടർബോയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. ടർബോ ഡയറക്റ്റ് ടർബോ അല്ല, അത് സെപ്പറേറ്റ് വാക്വം. പിന്നെ ടർബോൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ പവറിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ടർബോയിൽ നമുക്ക് വാക്വം അഡ്വാൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബൂസ്റ്റർ വരുന്നുണ്ട്. ഇതൊരു വാക്വം പൈപ്പ് ഹോസാണ്. അപ്പോൾ ഇത് ടർബോക്ക് പവർ കൂട്ടാനായിട്ട് ഇത്ര ലോഡുള്ള വണ്ടി. ഇപ്പോൾ 7 സീറ്റർ വണ്ടിയാണ്. സാധാരണ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളുടെ 5 സീറ്റർ വണ്ടി ആയതുകൊണ്ട്, എർട്ടിഗ 7 സീറ്റർ വണ്ടി ആയതുകൊണ്ട് അപ്പോൾ അതിന് പവർ ഇത്തിരി കൂടുതൽ വേണം. അപ്പോൾ അതിന് അഡീഷണലായിട്ട് വെച്ചിരിക്കുന്ന ഒരു വാക്വം അഡ്വാൻസർ മെക്കാനിസമാണിത്. ഇലക്ട്രിക് ഓപ്പറേറ്റിംഗ് ആണ്. അതിൻ്റെ ഒരു സ്വിച്ച് ഞാൻ കാണിച്ചത്. അതിൻ്റെ ഇലക്ട്രിക് ഓപ്പറേറ്ററിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വേറെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ബാക്ക് സീറ്റുകൾ തമ്മിലുള്ള ലെഗ് സ്പേസ്. നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് എർട്ടിഗയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലെ ഡോർ എന്ന് പറയുമ്പോൾ നല്ലൊരു വലുപ്പത്തിൽ തന്നെ അതിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലേക്ക് കയറാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നമ്മൾക്ക് ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബാക്കിലിരിക്കുന്നവർക്ക് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നമ്മളെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇറങ്ങാനുള്ള സൗകര്യം നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. വേറൊരാളുടെ ഹെൽപ്പ് വേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ പറയേണ്ടത് ഏറ്റവും ബാക്കിലെ സീറ്റിൻ്റെ കാര്യമാണ്. രണ്ടാൾക്ക് നല്ല കംഫർട്ടായിട്ടിരിക്കാനുള്ള സീറ്റാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്യാനായിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക്.
അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു വണ്ടിയിലായിരിക്കും. നമ്മളുടെ ബുൾഡോസർ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മളുടെ ഗ്യാരേജ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ബുൾഡോസർ യൂസ് ചെയ്യണേ. ഇത് നമ്മുടെ ഒരു ഫാമിലി യൂസ് വണ്ടിയായിരിക്കും. എനിക്ക് അനിയനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി യൂസ് വണ്ടിയായിരിക്കും ഇത്. അപ്പോൾ നമ്മൾക്ക് ഇനിയും ട്രാവലിംഗ് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ പുതിയ വണ്ടിയുടെ വീഡിയോ ആയിട്ടും മെക്കാനിക് വീഡിയോ ആയിട്ടും അതുപോലെ ഗ്യാരേജിൻ്റെ വീഡിയോ ആയിട്ടും ഞാൻ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരു 8X എടുത്തിട്ടുണ്ട്. ഇനി ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് നമ്മളുടെ ഹോണർ 8X വഴിയാണ്. ഹോണർ 8Xൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ബ്ലൂ മോൺ ടെക്കിൽ നമ്മുടെ അനിയൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്.